എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പാലക്കാരുടെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാരുടെ സ്വന്തം MLA ശ്രീ മാണി സി കാപ്പൻ അവർകളെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആശംസ അറിയിക്കുന്നതിന് സമ്മാനങ്ങൾ നൽകുന്നതിനുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മാണി സി കാപ്പൻ 2019 മുതൽ പാലായിൽ നിന്നുള്ള നിയമസഭാ അംഗവും നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടിയുടെ സ്ഥാപക അംഗവുമാണ് ശ്രീ മാണി സി കാപ്പൻ. കോട്ടയം ജില്ലയിലെ പാലാ സ്വദേശിയായ ഇദ്ദേഹം NCPയുടെ മുൻ സംസ്ഥാന ട്രഷററാണ്. മുൻ രാജ്യാന്തര വോളിബോൾ താരം കൂടിയായ മാണി സി കാപ്പൻ 25ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജനപ്രിയനായ നേതാവിന് ബ്രില്യന്റ് വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നീറ്റ് പരീക്ഷയിൽ വലിയ വിജയം കരസ്ഥമാക്കിയ ബ്രില്യൻറ്റിൻ്റെ അഭിമാന ഭാജനങ്ങളായ വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അനധ്യാപകരെ, ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും സ്വല്പം അഹങ്കാരത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അഭിമാനവും അഹങ്കാരവും എന്ന് പറഞ്ഞത് ബ്രില്യൻറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം പാലാ നിയോജക മണ്ഡലത്തിനുള്ളിലാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ രാജ്യത്തിനകത്തും പുറത്തും നിരവധിയായ എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും സംഭാവന ചെയ്തിട്ടുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ബ്രില്യൻറ്റ് എന്ന് പറയുന്നത്. ജോർജ് സാറും സെബാസ്റ്റ്യൻ സാറും സ്റ്റീഫൻ സാറും സന്തോഷ് സാറും ഒക്കെയുള്ള അവരുടെ കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എല്ലാവരും ദീർഘമായ പ്രസംഗം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കോമഡി പറയാം. ഇന്നൊന്ന് റിലാക്സ് ചെയ്യണ്ടേ. സോമാലിയയിലെ പൂച്ചയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും കരുത്തനായ പൂച്ചയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ലോക പൂച്ച മത്സരം നടക്കുക. അപ്പോൾ 100ഓളം രാജ്യങ്ങളിലെ പൂച്ചകൾ മത്സരത്തിലുണ്ട്. അവസാനം 2 പൂച്ചകൾ മാത്രം ഫൈനലിൽ വന്നു. അമേരിക്കയുടെ പൂച്ചയും പട്ടിണി രാജ്യമായ സോമാലിയുടെ പൂച്ചയും. റഫറി വിസിലടിച്ചു. അമേരിക്കൻ പൂച്ച ഒന്ന് അലറി പുറത്തേക്ക് വന്നു. സോമാലിയൻ പൂച്ചയും വന്നു. വിസിലടിച്ചു. സോമാലിയൻ പൂച്ച ഒറ്റയടി. അമേരിക്കയുടെ പൂച്ച തിരകിടും താഴെ പോയി. അപ്പോൾ പിന്നെ അമേരിക്കക്കാരല്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുമല്ലോ. അന്വേഷണം നടത്തി ചെന്നപ്പോഴാണ് മനസ്സിലായത് സോമാലിയയിലെ പൂച്ച ഒരു പുലിക്കുണ്ടായ കുഞ്ഞ പട്ടിണിയായിട്ട് അങ്ങനെ പൂച്ചയായി പോയതാ. അപ്പോൾ ബ്രില്യൻ്റെ കുട്ടികളൊന്നും സോമാലിയൻ പൂച്ചയല്ല, നല്ല ആരോഗ്യമുള്ള അമേരിക്കൻ പൂച്ചകൾ തന്നെയാണ്. ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ. ഈ രാജ്യത്തിൻ്റെ യശസ് രാജ്യാന്തരങ്ങളിലെത്തിക്കാൻ കഴിവുള്ള കരുത്തുറ്റ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ബ്രില്യൻറ്റ് വീണ്ടും വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ആദിത്യ സജീവൻ, NEET mark 707, All India rank 393. She is awarded with 50,000 cash prize, gold medal and a memento. അടുത്തതായി ആദിത്യ രാജേഷ് പനിക്കുളം, NEET mark 705, All India rank 745. She is awarded with 10,000 cash prize, gold medal and a memento. Mohammed Nabil, NEET mark 705, All India rank 751, has awarded with 10,000 cash prize, gold medal and a memento. Mohammed Faiz R, NEET mark 705, All India rank 759, has awarded with cash prize 10,000 rupees, gold medal and a memento. Shweta 80, NEET mark 702, All India ranks 866. She is awarded with 10,000 rupees cash prize, gold medal and a memento. Muhammad Afla, NEET mark 702, All India rank 867, awarded with 5,000 rupees cash prize, gold medal and a memento. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.